സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാമായണവും ഇന്ത്യൻ പൈതൃകവുമുള്ള ഒരു പ്രഭാഷണ പരമ്പര നടത്തുകയാണ്. ഇന്നു മുതൽ 31-ാം തീയതി വരെയാണ് ഈ പ്രഭാഷണങ്ങൾ വിവിധ ആളുകൾ നടത്തുന്നത്. ഇന്ന് ഈ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ സഖാവ് മുല്ലക്കര രത്നാകരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം 31-ാം തീയതിക്ക് മാറ്റിവെച്ചു. തുടർന്നാണ് ഞാൻ ഇന്ന് ഈ പ്രഭാഷണം നടത്തുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകരും എഴുത്തുകാരും ചിന്തകരുമൊക്കെ ആയിട്ടുള്ള ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, കെ.പി. രാമനുണ്ണി, എം.എം. സചീന്ദ്രൻ, അഡ്വക്കേറ്റ് കേശവൻ നായർ, എ.പി. അഹമ്മദൊക്കെ ഈ പ്രഭാഷണത്തിൽ ഓരോ ദിവസവും നിങ്ങളെ അഭിസംബോധന ചെയ്യും. വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട്, രാമായണത്തിലെ തന്നെ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് കൃഷ്ണദാസും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ സഖാവ് സുനീറും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണിത്. മലയാളിയും ജില്ലാ കമ്മിറ്റിയൊക്കെ വളരെയധികം ഔത്സുക്യത്തോടു കൂടിയിട്ടാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാസിസം കൊടികുത്തി വാഴുന്ന ഈ കാലത്ത് ഇന്ത്യയുടെ പൗരാണിക ചിന്തകളെയും ദർശനങ്ങളെയും സാംസ്കാരിക പൈതൃകങ്ങളെയൊക്കെ ഇവർ ദുർവ്യാഖ്യാനിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയുടെ ചിന്തകളെയും ദർശനങ്ങളെയും അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് യഥാർത്ഥത്തിൽ എന്താണ് വിവക്ഷിച്ചിട്ടുള്ളതെന്ന് ജനങ്ങളോട് പറയേണ്ട ആവശ്യകതയുണ്ട് ഈ കാലയളവിൽ. അതുകൊണ്ട് രാമായണമായാലും മഹാഭാരതമായാലും ഉപനിഷത്തുകളായാലും എല്ലാം തന്നെ ഇന്ന് ദുർവ്യാഖ്യാനിക്കപ്പെടുക. ചരിത്രത്തിനെ പിന്നോട്ട് നടത്തുകയാണ് സംഘപരിവാർ. ചരിത്രത്തിനെ പിന്നോട്ട് നടത്തിയിട്ട് അതിനെ വികൃതമാക്കുന്നു, ദുർവ്യാഖ്യാനിക്കുന്നു. ആ പിന്നോട്ട് നടത്തുന്ന പ്രക്രിയയിൽ അവർ ലക്ഷ്യമിടുന്നത് ചോദ്യങ്ങൾ ഉയർന്നു വരാത്തൊരു സമൂഹമാണ്. അവർ ലക്ഷ്യമിടുന്നത് മൗനം ദീക്ഷിക്കുന്ന ഒരു സമൂഹത്തിനെയാണ്. അവർ ലക്ഷ്യമിടുന്നത് അവർ പറയുന്നത് പറയുവാനും അവർ കേൾക്കാൻ പറയുന്നത് കേൾക്കുവാനും അവർ കാണാൻ പറയുന്നത് കാണുവാനുമുള്ളൊരു സമൂഹത്തിനെയാണ്. അപ്പൊ എങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഫാസിസ്റ്റ് ചിന്താഗതി ഇന്ത്യയിൽ നിലവിൽ വന്നു? പ്രത്യേകിച്ചും ഈ പൗരാണിക ചിന്തകളും ഇതിഹാസ ഗ്രന്ഥങ്ങളും ജനിച്ചിട്ടുള്ള ഈ നാട്ടിൽ. അതുകൊണ്ടാണ് രാമായണത്തിനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ടാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് സംസാരിക്കുന്ന പ്രഗത്ഭരായിട്ട് പ്രഭാഷകർ മുഴുവൻ അതിന്റെ സവിസ്തരം വളരെ വിശദമായിട്ട് വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് പറയും. ഇന്ത്യ ഫാസിസ്റ്റ് ചിന്തകൾക്ക് വളക്കൂറുള്ള മണ്ണല്ല. ആദികവിയായിട്ട് വാത്മീകി രാമായണം എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ മാ നിഷാദ എന്ന വാത്മീകിയുടെ നാവിൽ തുമ്പിൽ നിന്ന് ശാപാക്ഷരങ്ങളായ ആദ്യ കാവ്യാക്ഷരങ്ങൾ വാർന്നു വീഴുന്നത് ഒരു പക്ഷിയുടെ പിടയ്ക്കുന്ന ജീവനോട് തോന്നിയ ഗാഠമായ സഹാനുഭൂതിപരമായിട്ടായിരുന്നു. പക്ഷി പിടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ ദുഃഖാർദ്രമായ മനമായിട്ട് സരയൂ നദിയിൽ നിന്ന് ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം കുളിച്ചു കയറുന്ന വാത്മീകി മഹർഷി ഈ പക്ഷിയുടെ ജീവൻ വെടിയുന്ന കാഴ്ച കാണുമ്പോൾ കൂടുതൽ ദുഃഖിതനാകും. അതിനു മുൻപേ അദ്ദേഹം നാരദരിൽ നിന്ന് രാമകഥ കേട്ടിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ വേദവേദ്യങ്ങളായ ഉത്തമ ഗുണങ്ങളെ ഒരു മനുഷ്യനിലൂടെ ഉദാഹരിച്ച് കാണിക്കാൻ തന്നെ അദ്ദേഹം ശ്രമം നടത്തിയത്. അതുകൊണ്ട് വാത്മീകി നാരദനോട് ചോദിച്ചത്, മുനീന്ദ്രരായി ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ശബ്ദങ്ങളെല്ലാം ഒത്തുചേർന്നിട്ട് ആരെങ്കിലും ഉണ്ടോ? ധൈര്യം, വീര്യം, കൃതജ്ഞത, സത്യസന്ധത, ധർമ്മജ്ഞാനം, അചഞ്ചലമായ നിശ്ചയം, സർവ്വജീവജാലങ്ങളിലുമുള്ള കാരുണ്യം, അപാര വിജ്ഞാനം, ആത്മപ്രഭാവം, ക്ഷമ, കോപാദിഭാവങ്ങളെ ഒതുക്കുവാനുള്ള കഴിവ്, യുദ്ധവീര്യം മുതലായവയെല്ലാം ചേർന്നിട്ടുള്ളൊരു മനുഷ്യനുണ്ടോ മഹാമുനെ എന്ന വാത്മീകി നാരദരോട് ചോദിക്കുന്നത്? ഒരു മനുഷ്യനുണ്ടോ എന്നാ ചോദിച്ചത്. അപ്പൊ നാരദർ പറയുന്ന മറുപടിയാണ്, ഇത്തരം ഗുണഗണങ്ങളാൽ അങ്ങ് വിശേഷിക്കപ്പെട്ട ഗുണഗണങ്ങളാൽ ശ്രേഷ്ഠതരമായ എല്ലാ ഗുണഗണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു മനുഷ്യനേ ഉള്ളൂ.
ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച ലോകപ്രശസ്തനായ ശ്രീരാമചന്ദ്രൻ ആവർത്തിക്കുന്നു രാമായണത്തിൽ, വാത്മീകി രാമായണത്തിൽ പല തവണ മനുഷ്യനാണ് മനുഷ്യനാണ് എന്നുള്ളത്. അപ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ളൊരു കഥയാണിത്. മനുഷ്യന്റെ സകല വികാര വിചാരങ്ങളെയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ രാമായണം മുന്നോട്ട് പോകുന്നത്. ആ രാമായണത്തിൽ രാമന്റെ അയനമാണ് രാമായണം. രാമന്റെ വഴിയാണ് രാമായണം. അതിൽ പുത്രന്മാരുടെ, സഹോദരന്മാരുടെ, ഭർത്താക്കന്മാരുടെ, ശിഷ്യന്മാരുടെ, മിത്രങ്ങളുടെ, ശത്രുക്കളുടെ എല്ലാം കഥകളുണ്ടതിൽ. ആ വഴി പലപ്പോഴും ദുഷ്കരമായിരുന്നു ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ശ്രീരാമൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ, ജീവിച്ച കാലഘട്ടത്തിൽ, ആ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ ഇവരൊരു സംഘടിത മതത്തിന്റെ അംഗങ്ങളാണെന്നോ അല്ലെങ്കിൽ മതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഒന്നും പറയുന്നില്ല. ഏത് മതവിഭാഗത്തിലുള്ളവരാണെന്നുള്ളൊരു പരാമർശവും എവിടെയുമില്ല. ഒരു മാതൃകാ പുരുഷനെ അവതരിപ്പിക്കുകയാണ് വാത്മീകി മഹർഷി. ആ മാതൃകാ പുരുഷൻ മനുഷ്യനാണ്. വാത്മീകി നിഷ്പ്രയാസം ശ്രീരാമനെ ഈശ്വരനാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. ഈശ്വരനായിട്ട് മാറിയാൽ ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. രാമായണത്തിന്റെ സൗന്ദര്യം അതോടുകൂടി അവസാനിക്കും. കാട്ടിൽ പോകലോ സീതാപഹരണമോ യുദ്ധമോ ഒന്നും വേണ്ടിവരില്ല. അപ്പൊ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളും യാതനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ. അതുകൊണ്ട് തന്നെ മഹാമുനി പ്രത്യേകം ശ്രദ്ധിച്ചു, ഇതിലെല്ലാവരെയും ഒരുമിച്ച് കാണണം. രാമായണത്തിന്റെ ചില ചിന്തകളാണിതെല്ലാം. അവിടെ ദശരഥനായാലും രാമലക്ഷ്മണന്മാരായാലും ഭരതശത്രുഘ്നന്മാരായാലും കൗസല്യ, കൈകേയി, സുമിത്ര അമ്മമാരായാലും ഗുഹനും ജടായുവും മറ്റ് പക്ഷിശ്രേഷ്ഠന്മാരും വിഭീഷണനും സുഗ്രീവനും ഹനുമാനുമെല്ലാം തമ്മിൽ ഈ മതത്തിന്റെയോ ജാതിയുടെയോ പേരിലൊന്നും ഒരു വ്യത്യസ്തതയും പ്രകടിപ്പിച്ചില്ല. മറ്റു ജീവജാലങ്ങളോട് ദശരഥനോ രാമനോ ഒരു തരത്തിലുള്ള വ്യത്യസ്തതയും പ്രകടിപ്പിച്ചില്ല. സഹജീവി സ്നേഹമായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളോടും സ്നേഹം പഠിപ്പിക്കണം, അനുകമ്പ വേണമെന്നാണ് രാമായണം പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് ചിന്തിക്കാൻ സാധിക്കും. രാമൻ പറഞ്ഞത് എല്ലാവരെയും സ്നേഹിക്കാനാണ് വാത്മീകി പറയിപ്പിച്ചത്. വാനരന്മാരെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും പക്ഷികളെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും വാത്മീകിയുടെ വാക്കുകൾ അതിസുന്ദരമാകുന്നു. എന്തിന് യുദ്ധക്കളത്തിൽ രാവണനെ ശ്രീരാമൻ ദർശിക്കുന്ന അവസരത്തിൽ ആ രാവണന്റെ പൗരുഷത്വത്തെക്കുറിച്ച്, രാവണന്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, രാവണന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അതിസുന്ദരമായിട്ടുള്ള വാക്കുകളിൽ പ്രകീർത്തിക്കുന്നുണ്ട്. പ്രതിപക്ഷ ബഹുമാനമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. രാമൻ അത്ഭുത പരതന്ത്രരായി നോക്കുകയാണ് രാവണൻ. ഇത്രമാത്രം തേജോമയനായ ഒരു ചക്രവർത്തിയോ എന്നാ ചോദിക്കുന്നത് വിഭീഷണനോട്. ഇതൊക്കെ കാണിക്കുന്നുണ്ട് ആശയപരമായ ശത്രുതകളുണ്ടെങ്കിലും പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. മാനവരാശിക്ക് ചൈതന്യം പകർന്നു കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് രാമനെ ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. ആദർശ പുരുഷനാക്കി രാമനെ. ഇങ്ങനെയാണ് തുടർന്നു പോകുന്നത് കഥ. അങ്ങനെ ഒരു മാതൃകയുണ്ടാക്കാൻ രാമായണ ഗ്രന്ഥത്തിന് കഴിഞ്ഞു എന്നതാണ് രാമായണത്തിനെ അസാമാന്യ പുസ്തകമാക്കി മാറ്റുന്നത്. ഒരു മാതൃകയ സൃഷ്ടിക്കപ്പെട്ടു ഇന്ത്യയിൽ. തലമുറകൾ കഴിഞ്ഞു വന്നപ്പോഴും ഈ മാതൃക നിലനിൽക്കുന്നു. പക്ഷേ ആ ഉദാത്തമായ മാതൃകയെ ഈ ദുർവ്യാഖ്യാനത്തിന്റെ ഫലമായി വികൃതമാക്കി ഇപ്പോൾ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത് ഹിംസിക്കാനുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ്. സംഘപരിവാറിന്റെ ഫ്ലെക്സ് ബോർഡുകളിൽ രാമന്റെ ചിത്രം പതിക്കുന്നത് അവർ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന രാമനെയാണ്.
ഇന്ത്യയിലുടനീളം. ശ്രീരാമൻ രാമായണത്തിൽ 24 മണിക്കൂറും അമ്പും വില്ലും പിടിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നില്ല. പ്രജാക്ഷേമ തൽപരനായിരുന്നു. ആവശ്യമുള്ളിടത്ത് മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ, 3-4 തവണ. അപ്പൊ ഭാരതീയ ചിന്തകളെയും പൈതൃകത്തിനെയും മുഴുവൻ ഒരു സങ്കുചിതത്വത്തിന്റെ മാളങ്ങളിലേക്ക് ഒതുക്കിക്കൊണ്ടുവന്ന് ചരിത്രത്തിനെയും പുരാണങ്ങളെയും ഒക്കെ ദുർവ്യാഖ്യാനിക്കാനുള്ള മനഃപൂർവമായ ശ്രമം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ്. രാമായണം പഠിപ്പിച്ചത് എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ്. എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന്റെ ഉത്തരമാണ് രാമായണം. പക്ഷെ അതേ സമയത്ത് തന്നെ അങ്ങനെ ജീവിക്കണ്ട എന്ന് പറയുന്നവർക്ക് അത് എതിർക്കാനുമുള്ള അവസരം രാമായണത്തിലുണ്ട്. അതാണ് രാമായണത്തിന്റെ പ്രത്യേകത. എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത ഉദാത്ത ഗ്രന്ഥം. പക്ഷെ അതേ സമയത്ത് അങ്ങനെ ജീവിക്കണ്ട എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യവും അങ്ങനെ ജീവിക്കണ്ട എന്ന് പറയുവാനുള്ള എതിർപ്പും പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാക്കി. ആശയപ്രതി സംവാദങ്ങൾ നടന്നു. രാമായണം സാഹോദര്യത്തിന്റെ കഥയാണ്. രാമായണം പലതരത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ കഥകളായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. മഹാമുനി 4 തരത്തിലുള്ള പ്രകൃതക്കാരെയാണ് അതിൽ കാണിച്ചു തരുന്നത്. ഒന്ന്, സ്വാർത്ഥമോഹമില്ലാതെ ത്യാഗമനാഭവത്തോടു കൂടിയിട്ട് എല്ലാവരെയും സേവിക്കാനും എല്ലാവർക്കും സ്നേഹവും സമാധാനവും പകരുവാനും മനസ്സാന്നിധ്യമുള്ള ഒരുപാട് മനുഷ്യര്. അതാണ് അയോധ്യയിലെ ജനങ്ങൾ. ത്യാഗവുമാണ്. രാജ്യഭരണം പോലും ത്യജിച്ചു. അച്ഛന് കൊടുത്ത വാക്കുപാലിക്കാൻ, സത്യം പ്രകടിപ്പിക്കാൻ, ആ പ്രതിജ്ഞ ചെയ്യാൻ, അത് സ്വന്തം ജീവിതത്തിൽ ഏറ്റുപിടിച്ചു. രണ്ടാമത്തെ കൂട്ടർ, സീത പോലും ആദ്യത്തിലെ ഘട്ടത്തിൽ എല്ലാ ത്യാഗവും ചെയ്ത് ഭർത്താവിന്റെ ഒപ്പം പോവുകയാണ്. രണ്ടാമത്തെ കൂട്ടര് കിഷ്കിന്ധയിലാണ്. തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജനോപകാരം ചെയ്യുന്നവർ. അവിടെയാണ് സുഗ്രീവനെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് രാമസുഗ്രീവ സഖ്യം ഉണ്ടാകുന്നത്. അതാണ് രണ്ടാമത്തെ സ്വഭാവക്കാർ. മൂന്നാമത്തെ സ്വഭാവക്കാർ പരജീവിതത്തിനെ വെറുതെ ആക്രമിക്കുന്നവർ. അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അവിടെയാണ് ലങ്കയിലെ മനുഷ്യന്മാരെ നമ്മൾ മഹാമുനി കാണിച്ചു തരുന്നത്. ചക്രവർത്തി രാവണനോ പോട്ടെ, അനിയത്തിമാരും അനിയന്മാരും ശൂർപ്പണക അടക്കമുള്ളവർ അവരവരുടെ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ആസക്തികളും നിറവേറ്റുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് നിർബന്ധിച്ചു വാങ്ങുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്നുള്ള സ്വഭാവമുള്ളവർ. അങ്ങനത്തെ ആൾക്കാരെ അവരെ പോലും ഉപദ്രവിക്കുന്നവർ, പരപീഡനം നടത്തുന്നവർ, മാരീചനെ പോലെയുള്ളവർ. ഇങ്ങനെ 4 തരത്തിലുള്ള ആൾക്കാരെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കഥ നീങ്ങുന്നത്. അയോധ്യ എന്ന് പറയുന്ന ഒരു ചെറിയൊരു നഗരമാണ്. അയോധ്യയെക്കുറിച്ച് തന്നെ പല ചരിത്രകാരന്മാരും പല ഗ്രന്ഥകാരന്മാരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ അയോധ്യ പഴയ ബലൂചിസ്ഥാനിലാണെന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. ദശരഥന്റെ രാജ്യമായ അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ചെയ്ത് തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥലമാണ് അയോധ്യ എന്ന് പറയുന്നു. കോട്ട കെട്ടിയിട്ടുള്ള ഒരു നഗരം. ആ അയോധ്യയിലാണ് ചക്രവർത്തി വാണരുളുന്നത്. അങ്ങനെയുള്ളൊരു അയോധ്യയിൽ ആ അയോധ്യ ഭരിക്കുന്ന ചക്രവർത്തിയുടെ കുമാരനെ മനുഷ്യനാക്കിയിട്ട് ചിത്രീകരിക്കുമ്പോൾ മഹാമുനി വളരെ ദീർഘദർശിത്വത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തത്. കാരണം അതിന് താത്വിക വശമുണ്ട്. അതാണിപ്പോൾ ഈ സംഘപരിവാർ കാണിക്കുന്നത്. ഒരാളെ അവതാരമാക്കി നമ്മൾ നിരൂപിച്ചു കഴിഞ്ഞാൽ, അവതാരമായിട്ട് ഉദ്ഘോഷിച്ചു കഴിഞ്ഞാൽ, അവതാര പുരുഷന്മാർ തെറ്റുകൾക്ക് അതീതമാണ്. തെറ്റുകൾക്ക് അതീതമാണ് അയാളുടെ വ്യക്തിത്വമെന്ന് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുന്നു. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാത്തവരാണ് അവതാര പുരുഷന്മാർ.
മഹാമുനി ഒരിക്കലും രാമനെ അവതാര പുരുഷനായിട്ട് അവതരിപ്പിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് നമ്മളതിനെ താരതമ്യം ചെയ്യുമ്പോൾ എത്ര ഉത്കൃഷ്ടമായിട്ടുള്ള, എത്ര തരത്തിലുള്ള ഉദാത്തമായൊരു പൈതൃകത്തിനെയും ഉജ്ജ്വലമായ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ മനുഷ്യന്മാർ അവിടെ കഴിഞ്ഞുകൂടിയത്. ആരായിരുന്നു ദശരഥ മഹാരാജാവിന്റെ സുഹൃത്തുക്കളിൽ മുഖ്യന്മാരിൽ ഒരാൾ? ഗുഹൻ, ആദിവാസി നേതാവാണ്. തന്റെ പിതാവിന്റെ ഉത്തമ സുഹൃത്തിനെ ശ്രീരാമൻ ബഹുമാനിച്ചു. അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് പോകുമ്പോൾ തോണിയിൽ കയറ്റി നദി കടത്തിക്കൊടുക്കുന്നത് ഈ ഗുഹനാണ്. ആദിവാസി നേതാവിനെയാണ് രാമൻ അവിടെ ചെന്നിറങ്ങിയിട്ട് കെട്ടിപ്പിടിക്കുന്നത്. ഇന്നത്തെ ഭരണകൂടം ഫാസിസ്റ്റ് നയങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ഏറ്റവും അധികം ഉപദ്രവിക്കുന്നതും അവരെ ജീവിക്കാൻ അനുവാദിക്കുന്നതും ദളിത് ആദിവാസി വിഭാഗത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ രാമശിഷ്യന്മാർ രാജ്യം ഭരിക്കുന്നത്. രാമൻ കാട്ടിലൂടെ പോകുമ്പോൾ കാണുന്ന തപസ്വിനിയാണ് ശബരി. കാട്ടാള സ്ത്രീയാണ്. രാമഭക്തിയുടെ നിറകുടമായിരുന്നു അവർ കായികനികളൊക്കെ ഒരുക്കിക്കുട്ടി രാമന് വേണ്ടിയിട്ട് സ്വീകരിക്കാൻ. രാമൻ അവരെ കാണുമ്പോൾ അവർ ഈ പറക്കിക്കൂട്ടിയ കായികനികൾ ഒന്നവർ ഭക്ഷിച്ചു. പകുതി ഭക്ഷിച്ചപ്പോഴാണ് രാമൻ കടന്നു വരുന്നത്. പക്ഷെ രാമൻ ഈ അവര് ഭക്ഷിച്ച ആ ഫലം ആണ് പിന്നീട് കഴിക്കുന്നത്. വാത്മീകി മനോഹരമായ ചിത്രം അവിടെ കാഴ്ചവെക്കുന്നു. മനുഷ്യന്മാരെ തമ്മിൽ എന്ത് ജാതി, മതം, നിറം. സൂര്യവംശ ചക്രവർത്തിയാണ് ശ്രീരാമൻ, രഘുവംശത്തിലോത്തമൻ. ആ സൂര്യവംശ ചക്രവർത്തിയെ കൊണ്ടാണ് ശബരി കഴിച്ച ഭക്ഷണത്തിന്റെ പാതി കഴിപ്പിക്കുന്നത് വാത്മീകി. എന്നൊക്കെ അത് സങ്കല്പിക്കാൻ സാധിക്കുമോ? രാമായണത്തിന്റെ ഉദാത്തമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും ഇവര് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവമായ ശ്രദ്ധയിലൂന്നി അവതാര പുരുഷനാകരുത്, അവതാര പുരുഷനല്ല എന്ന് മഹാമുനി ആവർത്തിച്ചു. രാമായണം പലതരത്തിലുള്ള രാമായണം ഉണ്ടായിട്ടുണ്ട്. ലീലാകൃഷ്ണൻ അത് വിശദമായിട്ട് സംസാരിക്കും അടുത്ത പ്രഭാഷണത്തിൽ നാളെ. ആ രാമായണങ്ങളിലൊക്കെ പറയുന്നത് രാമന്റെ ഉത്കൃഷ്ടമായിട്ടുള്ള മാനവികതയെക്കുറിച്ചും ജൈനരാമായണമായാലും ബൗദ്ധരാമായണമായാലും ദശരഥ ജാതകമായാലും എല്ലാം അങ്ങനെ പറയുമ്പോൾ ചിലതിൽ അവതാര പുരുഷന്മാരായിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ബുദ്ധനെ ഒരു അവതാരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതിന് താത്വികാചാര്യന്മാർ കൊടുക്കുന്ന, ഒരു ചരിത്രകാരന്മാർ കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ബുദ്ധകാലഘട്ടം ഏറ്റവും ഈ പറഞ്ഞ അഹിംസയുടെയും സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും കാലഘട്ടം, സ്നേഹം വാരി വിതറിയ കാലഘട്ടം. ബുദ്ധമതം അനന്യമായിട്ടുള്ള സ്വാധീനമുണ്ടാക്കി ലോകം മുഴുവൻ. ആ ബുദ്ധമതത്തിനെ എപ്പോഴും എതിർത്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ ബ്രാഹ്മണിസ്റ്റ് വിഭാഗം, ചാതുർവർണ്ണ സംസ്കാരത്തിന്റെ വക്താക്കൾ. അതുകൊണ്ട് തന്നെ അവരെന്ത് പണി ചെയ്തു? ആ ബുദ്ധനെ ദശാവതാരത്തിൽ ഒരാളാക്കി അവസാനത്തെ അവതാരമാക്കി. നിങ്ങൾക്കൊരു രാഷ്ട്രീയ ശത്രുവിനെ ഇല്ലാതെയാക്കി തീർക്കാൻ ഏറ്റവും എളുപ്പമാർഗം അയാൾക്കൊരു സീറ്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കി തീർത്താൽ പിന്നെ ബുദ്ധനെ കൊണ്ടൊരു ശല്യവുമില്ല എന്ന് ഈ പറയുന്ന ചാതുർവർണ്ണ സംസ്കാരത്തിന്റെ വക്താക്കൾക്കറിയാം. ഒരാളെ നശിപ്പിക്കാനുള്ള വഴി അയാളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ രാമായണം ദുർവ്യാഖ്യാനിച്ചത് ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ സവർണ സിദ്ധാന്തങ്ങളുടെ വക്താക്കളാണ്. ഈ സംഘപരിവാറിന്റെ ഉയർന്ന നേതൃത്വവും ചാതുർവർണ്ണ സംസ്കാരത്തിന്റെ വക്താക്കളുമെല്ലാം. അതുകൊണ്ട് തന്നെ രാമന്റെ ഉത്കൃഷ്ടമായ ആശയങ്ങൾ ഇന്ത്യയിൽ എല്ലാം രാമൻ ദൈവം. അയോധ്യ ക്ഷേത്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വളരെ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ ക്ഷേത്രം പണിയുന്നു. അവിടെ രാമൻ ഉണ്ടാകുമോ എന്നെന്ത് ഉറപ്പ്? ക്ഷേത്രങ്ങളിൽ ദൈവത്തിന്റെ ചൈതന്യം കുടികൊള്ളണമെന്നുണ്ടോ എന്നെന്ത് ഉറപ്പ്? ഞാൻ പരിശുദ്ധിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയിട്ട് എന്നെ ഭജിക്കുന്നവന്റെ മനസ്സിലാണ് കുടികൊള്ളുന്നതെന്ന് ഭഗവത്ഗീത പറയുന്നു.
അവിടെ പിന്നെ അവതാര പുരുഷനാണ് ശ്രീകൃഷ്ണൻ. ഞാൻ ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ അല്ല എന്ന് വ്യക്തമായിട്ട് പുരാണങ്ങൾ പറയുന്നു. പക്ഷെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 74 വർഷം പിന്നിടുമ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും ഭീകരമായിട്ട് വർദ്ധിക്കുമ്പോഴും ഇവിടെ പാർലമെന്റിന്റെ മന്ദിരം പണിയാനും ക്ഷേത്രങ്ങൾ പണിയാനുമുള്ള ധൃതിയിലാണ് ഭരണ വക്താക്കൾ മുഴുവൻ. എന്നിട്ട് വലിയൊരു പുരുഷനാക്കിയിട്ട് കാണുക, വലിയൊരു മാതൃകാ പുരുഷനായി. അതിലൂടെ ജനങ്ങളോട് വിശ്വാസത്തിനെ കുറിച്ച് പറയുക, മതങ്ങളുടെ ഉന്നത മൂല്യങ്ങളെ കുറിച്ച് പറയാതെ മതങ്ങളുടെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കുറിച്ച് പറയുക. മതങ്ങളുടെ ഔന്നത്യങ്ങളിൽ, മതങ്ങളുടെ ഉന്നത മൂല്യങ്ങളിൽ യാതൊരു തർക്കവുമില്ല. മതങ്ങൾ സംഘർഷത്തിൽ ഏർപ്പെടുന്നത് എപ്പോഴും താഴെത്തട്ടിലുള്ള വിവരമില്ലായ്മയുടെ ഫലമായിട്ട്, പൗരോഹിത്യ വർഗത്തിന്റെ യാഥാസ്ഥികത്വത്തിന്റെ ഫലമായിട്ട്. അതിന്റെ ഉന്നതങ്ങളിൽ ഒരു കുഴപ്പവുമില്ല. ഇതിലൊക്കെ വലിയ രാഷ്ട്രീയം പറയുന്നുണ്ട് ഈ ഗ്രന്ഥങ്ങളിൽ. ഭാര്യാഭർത്തൃ ബന്ധത്തിനെ കുറിച്ച് പറയുന്നു, പിതൃപുത്ര ബന്ധത്തിനെ കുറിച്ച് പറയുന്നു, സഹോദര ബന്ധത്തിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെയാണ് രാമായണത്തിന്റെ രാഷ്ട്രീയം. കുടുംബരാഷ്ട്രീയം പറയുന്നു, വംശരാഷ്ട്രീയം പറയുന്നു, ജാതി രാഷ്ട്രീയം പറയുന്നു രാമായണത്തിൽ. ഭരണം ഭരിക്കുന്ന ചക്രവർത്തി തന്റെ മന്ത്രിസഭയുടെ ചർച്ച ചെയ്തുകൊണ്ട് ഭരിക്കാതെ കുടുംബാംഗങ്ങളോട് ചോദിച്ചും കുടുംബാംഗങ്ങൾക്ക് സ്വജനപക്ഷപാതം നടത്തിയും കുടുംബാംഗങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന പ്രക്രിയകൾ നടത്തിയാൽ ഭരണം അപകടത്തിലാകുമെന്ന് ദശരഥന്റെ കഥയിലൂടെ നമുക്കറിയാം. ഇപ്പോഴും ഇന്ത്യയിൽ പലയിടത്തും അത് തന്നെയാണ് നടക്കുന്നത്, നടന്നിട്ടുള്ളതും. കുടുംബാംഗങ്ങളുടെ അനാവശ്യമായ ഇടപെടലുകൾ പല മന്ത്രിസഭകളിലും കാണാം. ഉപദേശക വൃന്ദത്തിന്റെ ഉപദേശങ്ങൾ നല്ലതല്ലെങ്കിൽ ഭരണകൂടം ദുഷ്പേര് സമ്പാദിക്കും. സ്തുതിപാഠകന്മാരുടെ ചുറ്റും നിൽക്കുമ്പോൾ ഭരണാധിപന് തന്നെക്കുറിച്ചുള്ള സ്തുതിവചനങ്ങൾ മാത്രമേ കേൾക്കുകയുള്ളൂ. ഭരണാധിപൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ പറയുന്നവരെയാണ് സ്തുതിപാഠകന്മാരെന്ന് വിളിക്കുക. ഇന്ത്യ ഭരിക്കുന്ന ആള് അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. രാമൻ അതായിരുന്നില്ല. എത്ര വിമർശനങ്ങൾ കേട്ടു. കൈകേയി എന്തൊക്കെ പറഞ്ഞു രാമനെ കുറിച്ച്. ദശരഥനോട് പറയുന്നുണ്ട് രാമനെ അറിയാമല്ലോ നമുക്കെല്ലാവർക്കും. പക്ഷെ അതേ കൈകേയി തന്നെ രാമൻ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് അച്ഛന് കൊടുത്ത വാക്കുപാലിക്കാൻ സസന്തോഷം സ്വീകരിക്കുമ്പോ രാമൻ പോകുന്നതിന്റെ മുമ്പ് ദശരഥനെയും കൈകേയിയും പ്രണമിച്ചുകൊണ്ട് പോകുമ്പോഴും കൈകേയി അപ്പ സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് രാമനോട് പറയാണ്, മകനെ നീ നല്ലൊരു മകനാണ്, അച്ഛന്റെ വാക്കുപാലിക്കാൻ നീ തയ്യാറായല്ലോ. കൈകേയിയുടെ വ്യത്യസ്ത രൂപങ്ങൾ കാണും. അതിബുദ്ധിമതിയായിരുന്നു കൈകേയി. തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഏതറ്റം വരെയും പോകുന്ന ഒരാൾ. കുടുംബ സ്വാധീനം രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ എല്ലാ മേഖലകളിലും അവർ വ്യാപിപ്പിച്ചു. ദശരഥനെ ദുർബലനായ ഒരു ചക്രവർത്തി എന്ന് പറയാൻ പണ്ട് കൊടുത്ത വരത്തിന്റെ പേരിൽ നിന്ന് കഥ പറയുന്നു. പക്ഷെ അവിടെ കാണിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി എന്താ? ഒരു ചക്രവർത്തി രാജ്യം ഭരിക്കുമ്പോൾ ചക്രവർത്തി കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും കുടുംബാംഗങ്ങളുടെ സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് കീഴ്പ്പെടാതെ ഭരിക്കണം. വസ്തുനിഷ്ഠമായ കാര്യങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്താൽ സ്വീകരിക്കാം, പരിഹരിക്കാം. സത്യത്തിന്റെ പിറകെ നടക്കണം. പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടരുത്. ഇന്ത്യ ചരിത്രത്തിലും അല്ലെങ്കിൽ എവിടെയും പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് എത്ര ഭരണകൂടം തകിടം മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് പോലും അധികാരത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ കേരളത്തിലൊരു പാർട്ടി 2 കഷ്ണമായില്ലേ? അധികാരമാണ്, സമ്പത്താണ് വിഷയം പലർക്കും. സ്വാർത്ഥത, സ്വജനപക്ഷപാതം, അധികാരം, പ്രമത്തത. ഇത് ശ്രീരാമന്റെ സംസ്കാരമല്ലല്ലോ. വാത്മീകി കാണിച്ചു തന്ന ചിത്രത്തിൽ രാമനും ഭരതനും രാജ്യം ഉപേക്ഷിക്കുകയാണ്. രാജ്യം ഉപേക്ഷിക്കുമ്പോൾ ആ മുഖത്ത് ഒരു സങ്കടം പോലുമില്ല ശ്രീരാമന്റെ.
സൂര്യനെ പോലെ തിളങ്ങുകയാണ് രാമനെന്ന വാത്മീകി പറയുക. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം നഷ്ടപ്പെട്ട എല്ലാവർക്കും പറഞ്ഞ ആ രാമനെ കുറിച്ച് രാമരാജ് ഇന്നിപ്പോ ഗാന്ധി വിളിച്ച റാം എന്നുള്ളത് ജയ് ശ്രീറാം എന്നുള്ള ആധർമ്മത്തിന്റെ ഒരു അട്ടഹാസ സ്വരത്തിലാണ് വിളിക്കുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ ചക്രവർത്തി കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ചിത്രം അവിടെ കഴിച്ചത് രാമനേക്കാൾ ഒരു മുന്നിൽ നിൽക്കണം. തിരിച്ചു വന്ന സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ കോപാകുലയായി മാതാവിനെയും ഭരതനെ ആക്രോശിക്കുന്നത് വിമർശിക്കുന്നു കഠിനമായ ഭാഷയിൽ. സിംഹാസനത്തിലിരിക്കാതെ ഭരതൻ കാട്ടിലേക്ക് പോകുന്നു. അത് അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തം. എന്ത് രാജ്യം? അധികാരമല്ല പ്രശ്നം. ഇതിൽ അർഹതപ്പെട്ട ആൾ ഇരിക്കാതെ ഞാൻ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് രാജ്യം ഉപേക്ഷിച്ചു പോകുന്നു ഭരതൻ. തിരിച്ചു വരുന്നതും ഏട്ടന്റെ പാതുകങ്ങൾ വാങ്ങിക്കൊണ്ട് അത് വെച്ചിട്ടാണ് ഭരിക്കുന്നത്. ഇതൊരു സംസ്കാരം വരച്ച് കാണിക്കുകയല്ലേ, ഒരു വലിയൊരു പൈതൃകത്തിനെയല്ലേ കാണിച്ചതെന്ന്. കാലഘട്ടം മാറുമ്പോൾ അങ്ങനെയൊന്നും എല്ലാവർക്കും ആകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനാണ് അധാർമികതയെ മാത്രം സ്വീകരിക്കുന്ന ഒരു ജനതയായിട്ട് ഇന്ത്യൻ ജനത മാറുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ആൾക്കാർക്ക് രാമായണവും അറിയില്ല, മഹാഭാരതവും അറിയില്ല, ഭഗവത്ഗീതയും അറിയില്ല, ഉപനിഷത്തും അറിയില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു വന്ന വിശുദ്ധ ഖുർആനും ബൈബിളിന്റെയും അന്തസത്ത അറിയില്ല. വായിക്കുമെന്ന് പറഞ്ഞാലും അതിന്റെ സാരാംശങ്ങളെ സത്യസന്ധമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാരാധ്യരായ മനീഷികളായ നേതാക്കന്മാരായ സഖാവ് കെ ദാമോദരനും സഖാവ് ബാലറാവും പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭാരതീയ മുഖം വേണമെന്ന്. ആ ഭാരതീയ മുഖം എന്ന് പറഞ്ഞ് ഉദാത്തമായ ചിന്തകൾ ഉണ്ടാക്കിയ ഒരു രാജ്യമില്ല ലോകത്ത്. ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെടുന്നു? എപ്പോ നോക്കിയാലും ദുഃഖം അനുഭവിച്ചിട്ടുള്ളൊരു ചക്രവർത്തി ശ്രീരാമൻ ജീവിതത്തിൽ സുഖമേ അനുഭവിച്ചിട്ടില്ല. കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റിയില്ല. കാട്ടിൽ നിന്നപ്പോഴുണ്ടായ തന്റെ സഹധർമ്മിണിയെ അപഹരിച്ചു കൊണ്ടുപോകൽ, പിന്നെ ഭാര്യയെ ഉപേക്ഷിക്കൽ, കുട്ടികളോടൊപ്പം താമസിക്കാൻ പറ്റുന്നില്ല, അവസാനം മനുഷ്യന്മാരും ഉപേക്ഷിച്ചു പോയി. എന്തൊരു ദുഃഖപൂർണമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ശ്രീരാമൻ. പക്ഷെ ആ സമയത്തൊക്കെ നിശ്ചയദാർഢ്യത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായി ശ്രീരാമനെ മുന്നോട്ട് നടത്തിച്ചു വാൽമീകി. അതിലൂടെ മഹാമുനി പറയുന്ന ഒരു തത്വമുണ്ട്. ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളില്ലാത്തവരാരുമില്ല ലോകത്ത്. സുഖവും ഉണ്ടാകുമ്പോൾ ഉറപ്പിച്ചോളൂ ദുഃഖം പിന്നാലെ വരുമെന്ന്, ദുഃഖമുണ്ടാകുമ്പോൾ ഉറപ്പിച്ചോളൂ സുഖം പിന്നാലെ വരും. ഇതൊക്കെ നൈമിഷികമാണ്. സുഖവും ദുഃഖവും മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ശ്രീരാമനെ അവിടെ എല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു അചഞ്ചലനായ മനസ്സിന്റെ ഉടമയാക്കി മാറ്റി. മഹത്തായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു ജീവിതത്തിൽ. ഇപ്പൊ ജീവിതത്തില് എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ തയ്യാറായി അതിനെ അതിജീവിക്കുന്നവനാണ് വിജയത്തിലേക്ക് എത്തുക. സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് അനിതര സാധാരണമായ ഒരു മനുഷ്യനായിട്ട് മാറുവാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്ന ആളാണ് ഗ്രന്ഥകർത്താവ് തന്നെ. കാട്ടാളനായ രത്നാകരനാണ് ഈ മഹാതേജസ്വിയായ മഹാമുനിയായിട്ട് മാറിയത്. അതൊരു ഫിലോസഫിയാ, ഒരു ചിന്തയാണത്. നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളാണ് നിങ്ങളെ നല്ലതും ചീത്തയുമാക്കുന്നത്, അല്ലാതെ വേറൊരാളല്ല. ഇവിടെ എല്ലാവരെയും അന്യോന്യം കുറ്റം പറയല്ല പണി. എന്റെ പരാജയത്തിന്റെ കാരണം അടുത്തിരിക്കുന്ന ആളാണ് പറയുക. എന്റെ വിജയത്തിന്റെ കാരണം വളരെ അപൂർവമായിട്ട് ഒരാളാണ്. ഞാൻ
വിജയിച്ച എന്നെ കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ലോകത്ത്. കാട്ടാളനായിട്ട് രത്നാകരൻ എങ്ങനെ ലോകത്തിലെ വിജ്ഞാനത്തിന്റെ മകുടോദാഹരണമായിട്ട് മാറി? അപ്പൊ മനുഷ്യനിലുള്ള സർഗവൈഭവം, സർഗപ്രതിഭയെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള നടത്തം. എത്രയോ ചരിത്ര പുരുഷന്മാരുടെ ജീവിതകഥകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും ഉണ്ട് ലോകത്തിൽ അത്തരത്തിലുള്ള വളരെ അന്യാദൃശ്യമായിട്ടുള്ള വിജയം കൈവരിച്ചവർ, വ്യത്യസ്ത തരത്തിലുള്ള വിജയം. ഇന്നിപ്പോൾ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ, വെള്ളി മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ കായിക താരങ്ങളടക്കം അത്തരത്തിലുള്ള ഒരു കഠിനാധ്വാനത്തിന്റെ പ്രതീകമായിട്ട് അവരവരുടെ സർഗവൈഭവം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതാണൊരു മനുഷ്യൻ ചെയ്യേണ്ടത്. വാത്മീകി എന്ന് പറയുന്ന മഹാമുനി നമ്മുടെ അക്ഷരജ്ഞാനത്തിന്റെ ആദ്യ നിശ്വാസമായിട്ട് ഈ ഭൂതലത്തിൽ എഴുതിയ ഗ്രന്ഥം. ശ്രീരാമന്റെ ദിവ്യ സംസ്കാരം വാത്മീകിയുടെ കാവ്യ സംസ്കാരമായിട്ട് മാറുകയാണ്. അങ്ങനെ മഹാമുനി വാത്മീകി ശ്രീരാമനെ ഇങ്ങനെ പ്രകീർത്തിച്ച് മുന്നോട്ട് പോകുന്നു. കിഷ്കിന്ധയിലെത്തിയപ്പോൾ സുഗ്രീവനുമായിട്ടുള്ള സഖ്യം, സുഗ്രീവന്റെ ഡിമാൻഡാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, തന്റെ കാര്യം നടത്തി തന്നാൽ ഞാൻ അങ്ങോട്ട് സഹായിക്കാം. അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഭാര്യയെ കൊന്നുകഴിഞ്ഞാൽ ഞാൻ സഖ്യത്തിൽ ഏർപ്പെടാം, സമുദ്രം കടക്കാൻ ഞാൻ സേതുബന്ധനം നടത്താം. ഇതൊക്കെ കരാറാണ്. അപ്പൊ പോസിറ്റീവ് ഡീൽസ് അന്ന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ബാലിവധം കഴിയുന്നു. ആ ബാലിവധം കഴിയുമ്പോഴും ശ്രീരാമനെ പരിഹസിക്കുകയാണ്. അതാണ് മഹാമുനിയുടെ സവിശേഷത. എന്തിനാണ് എന്നെ പിന്നിൽ നിന്ന് അമ്പെയ്ത് കൊന്നത്? ഈ രാവണനെ കൊണ്ടുവരേണ്ട കാര്യമാണെച്ചെങ്കിൽ ഞാൻ രാവണനെ നിഷ്പ്രയാസം എടുത്തു കൊണ്ടുവരുമായിരുന്നില്ലേ? ഇതെന്തിനാ ചെയ്തത്? പിന്നെ അതിന്റെ ഒരു ഫിലോസഫിക്കൽ റിപ്ലൈ ആണ് വാചകങ്ങളിൽ. അത് ശ്രീരാമൻ പരിഹാസനത്തിന് വിധേയമാകുന്നുണ്ട് പല ഘട്ടങ്ങളിലും. മഹാമുനി അതിലൊരു ദാക്ഷിണ്യമൊന്നും കാണിച്ചില്ല. അതുകൊണ്ടാണ് മനുഷ്യനാണിതെന്ന് പറയുന്നത്. മമ ആത്മാനാം മനുഷ്യ എന്ന് തന്നെയാ പറയിപ്പിച്ചത്. ഞാൻ മനുഷ്യനാണ്, ആ മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് കഥാപാത്രത്തിനെ കൊണ്ടും പറയിപ്പിച്ചു, ഗ്രന്ഥകാരനും പറഞ്ഞു. അതല്ലേ ഭാരതീയ സംസ്കാരം, അതല്ലേ ഭാരതത്തിന്റെ മുഖമുദ്ര, അതല്ലേ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പൂർവ്വസൂരികളൊക്കെ പറഞ്ഞത് മനുഷ്യനെ കുറിച്ച്, അതല്ലേ മഹാത്മാഗാന്ധി പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഇന്ത്യയുടെ വെളിച്ചമാണ് രാമായണമെന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയത്. അതതിന്റെ സംസ്കാരത്തിനെ കണ്ടുകൊണ്ടാണ്. സഹനത്തിന്റെയും ക്ഷമയുടെയും കഥ. ഇനി ഇതിലൊരു സ്ത്രീ കഥാപാത്രങ്ങളെ നോക്കൂ. ഓരോരുത്തരും ഓരോ തത്വചിന്തയുടെ പ്രതീകങ്ങളാണ്. വെട്ടിത്തിളങ്ങുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, പുരുഷ കഥാപാത്രങ്ങളും ഓരോ ചിന്തയുടെ പ്രതീകങ്ങളാണ് അവര്. എല്ലാം സഹിച്ചുകൊണ്ടും വേദന സഹിച്ചുകൊണ്ടും ഞാൻ കൂടെ പോരാമെന്ന് സീത പറയുന്ന, സീതയാണ് ഇതിന്റെ സൂര്യ കഥാപാത്രം. രാമായണം അവസാന ഘട്ടത്തിൽ സീതായനമായിട്ട് മാറുകയാണ്. രാമൻ പറയുന്നു, നമുക്ക് കാണുമല്ലോ വരേണ്ട കാട്ടിലേക്ക്, അവിടെ ഭീകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അനുഭവിക്കാൻ സീതയെ കൊണ്ട്. പത്നിയുടെ കട എന്താണ്? ഭർത്താവിനെ അനുഗമിക്കുക. എന്നെ അത്ര ദുർബലയായിട്ട് കാണണ്ട, ഞാൻ ശക്തിയുടെ പ്രതീകമാണ്. നിങ്ങൾക്കുള്ള ധൈര്യത്തിനേക്കാൾ എനിക്കുണ്ട് ജീവിതത്തിനെ അഭിമുഖീകരിക്കാനെന്ന് സീതയെ കൊണ്ട് പറയിപ്പിച്ചു. ഫസ്റ്റ് വുമൻസ് ലിബറേഷൻ മുദ്രാവാക്യമാണ് അവിടെ നടത്തപ്പെട്ടത് ലോക ചരിത്രത്തിൽ. സ്ത്രീ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കാൾ ഒട്ടും മോശമല്ല, വേണമെങ്കിൽ മുൻപന്തിയിലാണ്. എന്റെ ആത്മധൈര്യം രാമ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആത്മീയ ഇങ്ങനെ പറയിപ്പിക്കുക. ഇതൊക്കെ ഒരു ഡീപ്പ് കൾച്ചറല്ലേ. അങ്ങനെയുള്ള സീതയാണ് എല്ലാറ്റിനും പാതിവൃത്യത്തിന്റെ പ്രതീകമാണ്, പരിശുദ്ധിയുടെ ഉദാഹരണമാണ്. അങ്ങനെയുള്ള പാതിവൃത്യത്തിന്റെ വാത്മീകി മഹർഷി
രാമായണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത് സീതായനമാക്കി മാറ്റുന്നത് രാജ്യം തിരിച്ചു വന്നതിന് ശേഷം ചക്രവർത്തിയായിട്ട് ഈ അശ്വമേധയാഗം നടത്തുന്ന സമയത്ത് വാത്മീകി സീതയെയും കുട്ടികളെയും കൂട്ടിയിട്ട് കൊട്ടാരത്തിൽ വന്ന സമയത്ത് അവസാനം ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീയെ അറിയുമോ? രാമൻ അവിടെ ഭയാശങ്കകളോടെ പറയുന്നില്ല, അറിയാത്ത ഭാവം നടിച്ചു. അപ്പോൾ മഹാമുനിയുടെ ഒരു വലിയ പ്രസിദ്ധമായ വാചകങ്ങൾ, എത്രയോ വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള മുനിയാണ് ഞാൻ, തപശക്തിയുടെ ഏറ്റവും വലിയ ജ്വാലയുണ്ട്. ആ തപശക്തി വെച്ച് പറയുകയാണ്, രാമ, സീത പരിശുദ്ധയാണ്, നിന്നേക്കാൾ പരിശുദ്ധയാണ് സീത. ആ സീതയാണ് ഏറ്റവും ആത്മധൈര്യമുള്ള തേജസ്വിയായിട്ടുള്ള കഥാപാത്രം. സീത പതിവ്രതയല്ലെങ്കിൽ എന്റെ തപശക്തി നശിച്ചു പോയിക്കൊള്ളട്ടെ എന്നാണ് വാത്മീകി പറയുന്നത്. രാമായണ ബിക്കം സീതായനം. എന്നിട്ട് സീത അവിടെയും ധൈര്യത്തോടു കൂടിയിട്ട് എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അതാണ് ധൈര്യം. ഇന്ന് 74 കൊല്ലം പിന്നിട്ടിട്ടുള്ള അവസരത്തിൽ ഇവിടെ നമ്മളെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നു, സമരങ്ങൾ ചെയ്യുന്നു, എഴുത്തുകൾ നടത്തുന്നു, ഒക്കെ ചെയ്യുന്നു സ്ത്രീ വിമോചനത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടി. പുരുഷ മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയല്ല, പലയിടത്തും. രാമായണത്തിൽ തന്നെ പുരുഷ മേധാവിത്വം കാണിച്ചു തരുന്നുണ്ട് പലയിടങ്ങളിലും. സീതയില്ലാത്ത സമയത്ത് ചക്രവർത്തി അഭിഷേകം നടത്തുമ്പോൾ സീതയ്ക്ക് പകരം അവിടെ കൊടന്നിരുത്തിയത് ഒരു പ്രതിരൂപത്തിനെയാണ്. അതിൽ ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഒരു ബിംബമായിട്ട് മാത്രം വന്നിരിക്കാനുള്ളതാണോ ഭരണകൂടത്തിന്റെ പ്രക്രിയയിൽ? പുരുഷ മേധാവിത്വം പഠിക്കുക. ആ പുരുഷ മേധാവിത്വത്തിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ അത് ചാതുർവർണ്ണ സംസ്കാരവുമായിട്ട് കൂട്ടിച്ചേരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നു സ്ത്രീകൾ. പിന്നീട് ഓരോ കഥാപാത്രങ്ങളെ നോക്കൂ. മന്ധര എന്നുള്ളൊരു കഥാപാത്രം ഇല്ലെങ്കിൽ രാമായണം ഉണ്ടോ? അസൂയയുടെ, അസഹിഷ്ണുതയുടെ, ഏഷണയുടെ ഉദാഹരണമാണ് മന്ധര. മറ്റൊരാള് നന്നാവുന്ന ഇഷ്ടമല്ല. അങ്ങനെ ആ പ്രഹണി കൂട്ടിയിട്ട് ദുഷ്ടവചനങ്ങൾ പറഞ്ഞു കൈകേയിയുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിനെ തന്നെ നിലം പതിപ്പിച്ചു. മന്ദരമാർ എത്ര പേരുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ? സ്ത്രീ മന്ദരയല്ല, പുരുഷ മന്ദരമാരുണ്ട്. അവനവന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഭരണാധിപന്മാർക്കിടെ മനസ്സിലേക്ക് വിഷം കടത്തി വിടുക, പരദൂഷണം നടത്തുക, കാര്യങ്ങൾ നേടുക, രാഷ്ട്രഭരണത്തിനെ തന്നെ തകിടം മറിക്കുക. പിന്നീട് നോക്കൂ കൈകേയിനെ. പണ്ട് കൊടുത്തൊരു വരം ഇപ്പൊ കിട്ടണം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ മൂത്ത പുത്രനായ രാമനെ കാട്ടിലേക്ക് അയച്ചുകൊണ്ട് തന്റെ മകനെ അവിടെ അവരോധിക്കണമെന്ന് പറഞ്ഞ ആ ഏറ്റവും ദുഷ്ടമായ സ്വാർത്ഥ ചിന്തയുടെ പ്രതീകമായി കൈകേയി മാറുമ്പോൾ ദശരഥൻ വാവിട്ട് നിലവിളിക്കുന്നു. പ്രധാനമന്ത്രി സുമന്ത്രര് വന്ന് കൈകേയിനെ ഭർസിക്കുന്നു. എന്നിട്ടും കൈകേയി കുലുങ്ങുന്നില്ല. അവസാനം വസിഷ്ഠ മഹർഷി പോലും കൈകേയിനെ ദുഷ്ടേ എന്ന് വിളിച്ചു. എന്നിട്ടും കൈകേയി കുലുങ്ങിയില്ല. അവിടെയാണ് നമ്മൾ കാണുന്നത് ദുശാഠ്യത്വത്തിന്റെ അങ്ങേയറ്റം വരുമ്പോൾ, ദുരാഗ്രഹത്തിന്റെ അങ്ങേയറ്റം വരുമ്പോൾ, അധികാര പ്രേമത്തിന്റെ അങ്ങേയറ്റം വരുമ്പോൾ ആര് പറഞ്ഞാലും അവർ കുലുങ്ങില്ല. അതാണ് കൈകേയിലൂടെ കാണിച്ചത്. ആ കൈകേയിയാണ് അടുത്ത മിനിറ്റിൽ ഒരു ഡ്രമാറ്റിക് ടേൺ ഉണ്ടാക്കുന്നത്. രാമൻ പോകുമ്പോൾ അതേ കൈകേയി രാമനെ പ്രകീർത്തിക്കുകയാണ്. നീ അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചില്ല. അതാണ് വാത്മീകി മഹർഷിയുടെ ഒരു അനന്യമായിട്ടുള്ള ക്രാഫ്റ്റാണത് ഈ ഗ്രന്ഥം. ഡ്രമാറ്റിക് ഐറണിയാണ് അവിടെ നടന്നത്. കൗസല്യ, അതിനേക്കാൾ വലിയ കഥാപാത്രമല്ലേ സുമിത. ഇതൊക്കെ നമ്മുടെ ഇടയിൽ വെച്ചിരിക്കുന്നവരല്ലേ, പുരുഷനായാലും സ്ത്രീയായാലും. തന്റെ മകനാണ് കൂട്ടുപോകുന്നത് ലക്ഷ്മണൻ. മകൻ കൂട്ടുപോകുമ്പോൾ പോകേണ്ട ഒരു കാര്യവുമില്ല, പക്ഷെ മകനെ പറഞ്ഞയക്കുക.
മകനെ പറഞ്ഞയച്ചിട്ട് ആ പറഞ്ഞയക്കുമ്പോൾ ആ അമ്മയ്ക്ക് പറയാമെന്ന് പോകണ്ടാന്ന്. പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞില്ല? മൂത്ത അമ്മയായിട്ടുള്ള കൗസല്യാദേവിയുടെ പുത്രൻ പോകുമ്പോൾ സുമിത്ര ചെയ്യുന്നത് കൗസല്യാദേവിയുടെ അടുത്ത് പോയി കൗസല്യയെ സമാശ്വസിപ്പിക്കുന്നു. പുത്രൻ പോവുക, ആ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൗസല്യാദേവിയെ സമാശ്വസിപ്പിക്കുന്നത്. രാമായണത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം അപ്പോഴാണ് മഹാമുനി ചൊല്ലുന്നത്. രാമം ദശരഥം വിദ്ധിമാം വിധി ജനകാത്മജായാം അയോധ്യാമടവി വിദ്ധിഗച്ഛതാദാ യഥാസുഖം. മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, രാമനെ ദൈവത്തെ പോലെ കാണും, സീതയെ നിന്റെ അമ്മയെപ്പോലെ കാണും, കാനനം അയോധ്യയാവട്ടെ. ഏതൊരമ്മയാണെന്ന് പറയുക? മറ്റൊരല്ലേ ഊർമിള? എല്ലാം രചിച്ചിട്ടില്ലേ? അവസാന രാമായണത്തിന്റെ അവസാനത്തിൽ ഊർമിളയെ ആദരിക്കലാണ്. ഇങ്ങനെ എത്ര സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പുറത്തേക്ക് ചെന്നാലോ, ലങ്കയിലേക്ക് ചെന്നാലോ, കാട്ടിന്റെ ഉള്ളിൽ ചെന്നാലോ, ശൂർപ്പണഖ അത്യാസക്തിയുടെ കാമക്രോധ മോഹത്തിന്റെ പ്രതീകമായിട്ടുള്ള ശൂർപ്പണഖ. അവരല്ലേ ഈ നാട്ടിൽ കൂടുതൽ കാമക്രോധ മോഹങ്ങളുടെ പിന്നാലെ നടക്കുന്നവരല്ലേ ഭൂരിഭാഗം ജനങ്ങളും. അതല്ല അതിന്റെ ഫിലോസഫി. ശൂർപ്പണഖ രാമനെ കല്യാണം കഴിക്കാൻ വരുന്നു, വേണം, രാമനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ലക്ഷ്മണനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ അതിന്റെ ഫിലോസഫി അത്യാസക്തി വളർന്നാൽ, ദുരാഗ്രഹം വളർന്നാൽ, ഒരു സാധനത്തിന് ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ കിട്ടണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് അത് മഹായുദ്ധത്തിലേക്ക് നയിക്കും. ശൂർപ്പണഖയാണ് രാവണന്റെ അടുത്ത് പോയിട്ട് തന്റെ അംഗങ്ങളൊക്കെ വിച്ഛേദിച്ചു എന്ന് കാണിക്കുമ്പോഴാണ് രാവണൻ കോപാകുലനാകുന്നത്, മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നത്. അത്യാസക്തി, ദുരാഗ്രഹം അപകടകരം. എത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടന്നു ഇന്ത്യയിൽ ഈ അത്യാസക്തിയുടെ ഫലമായി. ഇന്ത്യയുടെ പല മേഖലകളിലുള്ള സമ്പത്ത് പല ഭരണകൂടങ്ങളും കൊള്ളയടിച്ച് നിരോധനമല്ല നടക്കുന്നത്. രാമായണം ഇന്ന് നടക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴോ താടകയെ കാണുന്നുണ്ട്. താടകയും ഇതേപോലെ ഈ പറയുന്ന ദുരാഗ്രഹത്തിന്റെ പ്രതീകമായിട്ട് വരുന്നു. അവിടെ എത്തുന്നേക്കാൾ മുമ്പ് ഒരു സ്ത്രീയെ ഞാൻ വിട്ടു, അഹല്യയെ. കഥയാണ്, കല്ലിന്റെ മുകളിൽ സ്പർശിച്ചപ്പോൾ അഹല്യായി എന്നൊക്കെ. പക്ഷെ അഹല്യ ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകമായിരുന്നില്ല. എത്ര കാലം അങ്ങനെ കിടന്നു. ഇതൊക്കെ ഒരു ഫിലോസഫി അല്ലേ? അതൊക്കെ ഒരു ഭാവനയിൽ നിന്ന് വരുന്ന കഥകളായിരിക്കാം. ലങ്കയിൽ ചെന്നപ്പോൾ ഹനുമാൻ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഹനുമാൻ എത്ര അന്വേഷിച്ചിട്ടും കണ്ടില്ല സീതയെ. അങ്ങനെ ചക്രവർത്തിയുടെ ലങ്കാധിപന്റെ അന്തപുരത്തിന്റെ വഴിയിലൂടെയാണ് ഹനുമാൻ പോകുന്നത്, ചെറിയ രൂപമെടുത്തുകൊണ്ട്. അപ്പൊ ആ അന്തപുരത്തിന്റെ ഉള്ളിൽ ഏറ്റവും സർവാഭരണഭൂഷിതനായി ലങ്കേശ്വരൻ തന്റെ അന്തപുരത്തിൽ തന്റെ പട്ടുമത്തിയിൽ കിടക്കുമ്പോൾ അടുത്ത് കിടക്കുന്നത് ലക്ഷ്മീദേവിയെ തോന്നിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു സ്ത്രീ. പെട്ടെന്ന് ഹനുമാന് തോന്നി, ഇതാണോ സീത? അതിസുന്ദരി, അതിലാവണ്യവതിയായിട്ടുള്ള മണ്ഡോദരിയായിരുന്നു അത്, ലങ്കേശ്വരന്റെ പട്ടമഹിഷി. ആ മണ്ഡോദരിയും അവരുടേതായിട്ടുള്ള ചില പോസിറ്റീവ് ചിന്തകളുടെ ഫലമായി ചക്രവർത്തിയോട് പറയുന്നുണ്ട്, യുദ്ധം വേണ്ട, സീതയെ തിരിച്ചു കൊടുക്കൂ, അപകടം വരും. ഗുണാത്മക ചിന്ത അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു വാത്മീകി. അങ്ങനെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ. വിഭീഷണൻ ധർമ്മത്തിന് വേണ്ടി നിന്നു, ആഞ്ജനേയൻ ഹനുമാൻ ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിന്നു. ഇത് കുരങ്ങന്മാരാണോ പക്ഷികളാണോ മനുഷ്യന്മാരാണോ നോക്കണ്ട, അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ചൈതന്യവത്തായിട്ടുള്ള ഈ പ്രതിരൂപങ്ങൾ അവരൊക്കെ ഓരോ തത്വങ്ങൾ ലോകത്തോട് പറഞ്ഞു. അങ്ങനെ ഉയർത്ത രീതിയിലുള്ള ഉത്കൃഷ്ടമായ ഗ്രന്ഥമാക്കിയതിനെ മാറ്റി. അതൊന്നും വായിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് ഗോൾവാൾക്കർ മുതൽക്ക് ഇങ്ങോട്ടുള്ള ഈ RSS നേതൃത്വം മുഴുവൻ ഇന്ത്യയോട് പെരുമാറിയത്. എന്തിനീ ദളിതരെയും ആദിവാസികളെയും ചുട്ടുകൊല്ലുന്നു?
എന്തിന് മാംസം കഴിച്ചതിന്റെ പേരിൽ ഇവിടെ വധിക്കപ്പെടുന്നു? ഉപനിഷത്തില് ഋഷികൾ മാംസം കഴിച്ചിട്ടുണ്ടല്ലോ. വിവേകാനന്ദ സ്വാമിയുടെ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ വിവേകാനന്ദൻ പറയുന്നുണ്ടല്ലോ, അമേരിക്കയിൽ അദ്ദേഹം അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വില്യം ഹെഗ്ഡർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വിവേകാനന്ദനെ ശുശ്രൂഷിച്ചിരുന്നത്. എനിക്ക് ക്ഷീണം മാറ്റാൻ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ എന്താ വേണ്ടതെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ വിവേകാനന്ദൻ പറയുന്നതാണ്, എനിക്ക് രാവിലെയും വൈകുന്നേരം ഒരു കപ്പ് പശുവിന്റെ സൂപ്പ് തരണമെന്ന്. ഇതെന്താ സംഘപരിവാർ പറയാത്തത്? ഇനി ഇതിനേക്കാൾ വലിയ തേജസ്വിയായ സന്യാസി ആധുനിക ലോകത്തിലില്ലല്ലോ വിവേകാനന്ദനെ പോലെ. ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുന്ന സമയത്ത് അതിൽ ഭാഗത്തിൽ പറയുന്നുണ്ട്, കാക്കയുടെ ഇറച്ചി ഉണക്കാനിട്ടിരുന്നു സീതാദേവി എന്ന്. അത് കാണിക്കുന്ന എന്താ? മാംസം കഴിച്ചിരുന്നു എന്നല്ലേ. അതിൽ ദുർവ്യാഖ്യാനങ്ങൾ വരും. പഴയ ബ്രാഹ്മണന്മാരൊക്കെ മാംസം കഴിച്ചിരുന്നവരാണ്. ഈ ബുദ്ധമതത്തിന്റെ സ്വാധീനം വളരെ വ്യാപകമായി തുടങ്ങിയതോടുകൂടിയിട്ട് ബുദ്ധന്റെ സമാധാനവും ധർമ്മവും ശാന്തിയും അങ്ങനെയുള്ള ഒരുപാട് ഉത്കൃഷ്ടമായിട്ടുള്ള സിദ്ധാന്തങ്ങളുടെ പ്രചാരണത്തിന്റെ ഫലമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ബുദ്ധമതത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മണന്മാരും മാംസം ഉപേക്ഷിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതാണ് ഒരു ശത്രുവിനെ സ്വീകരിക്കുക, അതോടുകൂടി ശത്രുവിനെ ഇല്ലാതെയാക്കുക. പഴയ ബ്രാഹ്മിൻസ് മുഴുവൻ ഇത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു. അവരാണ് ഇപ്പൊ ഈ ചാതുർവർണ്ണ്യം പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം വാൽമീകി രാമായണത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്, നദികളും മലകളും ഭൂമിയിൽ അവശേഷിക്കുന്നതുവരെ രാമകഥ നിലനിൽക്കും എന്ന് ദീർഘദർശനം ചെയ്യാൻ വാൽമീകിക്ക് പറ്റി. ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സൂര്യനും ചന്ദ്രനും നദികളും മലകളും എല്ലാം നിലനിൽക്കുന്നത് വരെ രാമന്റെ കഥ നിലനിൽക്കും. അത്രമാത്രം ഡീപ് ചിന്തകളാണ് ഇതിലുള്ളത്. പക്ഷെ ഒറ്റ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതൊന്നും വായിക്കില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ വളരെ അപൂർവം. അപ്പൊ നാളെ സജീന്ദ്രനും നിലാഷൊക്കെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയും, കേശവൻ നായരൊക്കെ. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം വായനയില്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പൈതൃകത്തിനെ മനസ്സിലാക്കുന്നില്ല. സഖാക്കൾ പോലും അതിൽ പിറകോട്ടാണ്. കെ ദാമോദരന്റെയും അച്യുതമേനോന്റെയും എൻ ഇ ബാലറാമിന്റെയും പാർട്ടിയാണിത്. വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരങ്ങളായിരുന്നു അവർ. നമ്മൾക്കെന്തേ അത് തോന്നാത്തത്? ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യനാണെന്നുള്ളൊരു ബോധമുണ്ടാകും. ഗുഹൻ എന്ന് പറയുന്ന ആദിവാസിയെ കെട്ടിപ്പിടിക്കാൻ രാമന് കഴിഞ്ഞെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യയിൽ സാധിക്കുന്നില്ല? ബ്രാഹ്മണ മേധാവിത്വം ചാതുർവർണ്ണ്യവും കൊടികുത്തി വാടിയിരുന്ന കാലഘട്ടത്തിൽ രാമായണം മലയാളത്തിലേക്ക് പകർന്ന ശൂദ്രനിൽ ശൂദ്രനായിട്ട ആളായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ. ആ തുഞ്ചത്തെഴുത്തച്ഛൻ അതിലെഴുതി, എന്തായാലും ഏറ്റവും വിപ്ലവകരമായിട്ടൊരു വാചകം എഴുതി, ജാതി നാമാദികൾക്കല്ല ഗുണഗണങ്ങൾ എന്ന പ്രഖ്യാപനം മലയാളത്തിലെ സാമൂഹിക വിപ്ലവത്തിന്റെ ആദ്യത്തെ ശംഖനാദമായിരുന്നു. ജാതിനാമാദികൾക്കല്ല ഗുണഗണങ്ങൾ. വാൽമീകിയുടെ രാമനെ, തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമനെ ഈ ഫാസിസ്റ്റുകൾ അധികാരത്തിലേക്കുള്ള വഴിയായിട്ട് ഉപയോഗിച്ചു. ഇന്ത്യൻ മസ്തിഷ്കം മാനസികമായ അടിമത്തത്തിലാണ്, ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ രാമായണ പ്രഭാഷണമൊക്കെ നടത്തേണ്ടത്, പ്രചരിപ്പിക്കണം നമ്മൾ. അതിനുള്ള എത്രയോ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇതിന്റെ വിജ്ഞാനം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നവർ. സ്നേഹം മാത്രം പകർന്ന, സാഹോദര്യം മാത്രം പറന്ന ഒരു ചരിത്ര പുരുഷനെ എന്തിനായി ദുർവ്യാഖ്യാനിക്കുന്നത്? ഒരു മനുഷ്യൻ ആദരിക്കപ്പെടണമെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹം ചെയ്ത പ്രവർത്തികളാണ്. ഇന്ന തറവാട്ടിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് മഹത്വം ഉണ്ടാവില്ല. പ്രവൃത്തിയാണ് മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ആ പ്രവൃത്തിയിലൂടെയാണ് ഒരാൾ മഹിമ നേടിയെടുക്കുന്നത്. ഗാന്ധിയെ മഹാത്മാ എന്ന ലോകത്തിൽ വിളിച്ചപ്പോൾ അതിന്റെ പിന്നിൽ ഈ പ്രവൃത്തി തന്നെയായിരിക്കണം, ചിന്തകളാണ്.
നേരെ മറിച്ച് വിൽ ഡുറാൻഡ് എന്ന് പറയുന്ന ലോക പ്രശസ്ത ചരിത്രകാരന്മാരുടെ അദ്ദേഹത്തിന്റെ പുസ്തകം ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് അദ്ദേഹം എഴുതിയപ്പോൾ അതിൽ പറയുന്നുണ്ട്, ചിലരെ വെറുതെ നമ്മൾ മഹാത്മാലി ഗ്രേറ്റ് എന്ന് വിളിക്കും, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വിളിച്ചിരുന്നു. നമ്മളൊക്കെ പഠിക്കുമ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ചാണ് ഞാനൊക്കെ ചരിത്രാധ്യാപകനിൽ നിന്ന് പഠിച്ചത്. പിന്നീട് ഈ പുസ്തകം വായിച്ചപ്പോൾ വിൽ ഡുറാൻഡ് എഴുതിയിരിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇഡിയറ്റ് എന്ന് എഴുതി വെച്ചത്. എന്താ അലക്സാണ്ടറുടെ പ്രത്യേകത? ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുന്നുണ്ടോ? അതുകൊണ്ട് ഗ്രേറ്റ് ആവൂ? അപ്പൊ ഭാഷകൾ പോലും വാക്കുകൾ പോലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു ചരിത്രം എഴുതുന്ന ഓരോരുത്തരുടെയും വീക്ഷണത്തിലാകുമ്പോൾ. അക്ബർ ദ ഗ്രേറ്റ് എന്ന്, അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം തന്നെ മഹാന. പിന്നെന്തിനാ വേറൊരു ഗ്രേറ്റ് അവിടെ? ഇതൊക്കെ ചരിത്രകാരന്മാര് ചോദിക്കുന്നുണ്ട്. അപ്പൊ എത്ര ഈ ശ്രീരാമനും അതുപോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഈ രാമായണത്തിൽ തന്നെ രാമൻ ചോദ്യം ചെയ്യപ്പെടുന്നു. ഒരു ഭാഗത്ത് രാമനെ പുകഴ്ത്തുന്നു, മറുഭാഗത്ത് രാമനെ ചോദ്യം ചെയ്യപ്പെടുന്നു. അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴോ ശംഭൂകൻ എന്ന താഴ്ന്ന ജാതിക്കാരൻ തലകീഴായി കിടന്നുകൊണ്ട് തപസ്സനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടാണ് രാജ്യത്തിലെ ബ്രാഹ്മണരുടെ കുട്ടികൾ മരിക്കുന്നത് എന്ന് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ സമൂഹം ചക്രവർത്തിയുടെ ചെവിയിലെത്തിച്ചപ്പോൾ ബ്രാഹ്മണന്മാർ പറഞ്ഞ് അനുസരിക്കുന്നതിന്റെ കടമയാണ് ക്ഷത്രിയൻ ഉണ്ടാകേണ്ടത് എന്നുള്ള നിയമമാണ് രാജ്യത്തുണ്ടാകേണ്ടതെന്ന് പറഞ്ഞ് ഈ രാമൻ താഴ്ന്ന ജാതിക്കാരനായ ശംഭുവിനെ കൊല്ലുക. അതാണ് നേരത്തെ പറഞ്ഞ പ്യുവർ ചാതുർവർണ്ണ്യം. പക്ഷെ ഇതില് ഫാദർ കാമിൽ ബുലുക്കെ പറയുന്നുണ്ട് രാമായണത്തിന്റെ പല ഭാഗങ്ങളും ആത്മീയ എഴുതിയിട്ടുള്ളതല്ല എന്ന്. ആധികാരികമായിട്ട് രാമായണത്തിന്റെ കുറിച്ച് എഴുതിയത് അദ്ദേഹം. സുന്ദരകാന്ഡവും ഉത്തരകാന്ഡവും ഒക്കെ ഇതും വാത്മീകിയുടെ ഗ്രന്ഥങ്ങളല്ല, രചനകളല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും അത് കാണിക്കുന്നത് എന്താ? കൊടികുത്തിവാണെന്ന ബ്രാഹ്മണ മേധാവിത്വം. ഈ സൽപുരുഷനായിട്ട് പ്രകീർത്തിക്കപ്പെട്ട രാമൻ അവസാനം ചെല്ലുമ്പോൾ ഈ ശൂദ്രനെ കൊല്ലുകയാണ്. അപ്പൊ ആ ബ്രാഹ്മണ മേധാവിത്വം മടിച്ചേൽപ്പിക്കാനും പുരുഷ മേധാവിത്വം മടിച്ചേൽപ്പിക്കാനുമുള്ള മനഃപൂർവ്വമുള്ള ശ്രമമാണ് അതിന്റെ ആ പ്രക്രിയയിലൂടെ കാണിക്കുന്നത്. ബ്രാഹ്മണൻ തീരുമാനിക്കുകയും ക്ഷത്രിയൻ നിറവേറ്റുകയും ബാക്കിയുള്ള ആളുകൾ സഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇന്നിപ്പോ ഇന്ത്യയിൽ അതല്ലേ? ഇന്നിപ്പോ വേറെ ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞ ഇപ്പൊ മൂലധന ശക്തികൾ തീരുമാനിക്കും, ഭരണകൂടം അനുസരിക്കും. അനുസരണം എന്നുള്ളതാണ് ഏറ്റവും നല്ല കല എന്ന് പറഞ്ഞ ആളുടെ പേരാ മുസോളിനി. അനുസരിക്കുകയാണ് വേണ്ടത്, ചോദ്യം ചെയ്യാൻ പാടില്ല. രാമായണത്തിലോ നിറയെ ചോദ്യങ്ങളാണ്. കാളിദാസന്റെ രഘുവംശത്തില് പിന്നീട് ഈ കഥ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട്, രാമൻ ശംഭൂകനെ വെട്ടാൻ പോകുമ്പോൾ ആ കൈകൾ വിറച്ചിരുന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ ഗ്രന്ഥകാരന്മാരും ചിന്തകന്മാരും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ വിറച്ചിരുന്നുവെങ്കിൽ അവിടെ ധർമ്മത്തിന്റെ സംശയം വന്നു എന്നുള്ളതാണ്. ആ ധർമ്മത്തിന്റെ സംശയം ഉണ്ടാകുമ്പോഴാണ് ചരിത്രം മാറി മറിയുന്നത്. ധർമ്മത്തിന്റെ സംശയത്തിലൂടെയാണ് പുതിയ ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടത്. ചോദ്യം ചോദിക്കുന്നതിലൂടെയാണ് സാമൂഹിക പരിവർത്തനം ഉണ്ടാകുന്നത്. പ്രസ്ഥാനങ്ങൾ പുതിയ രൂപങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. ഇപ്പൊ ചോദ്യമില്ല. ചോദ്യം ചോദിച്ചാൽ നേതൃത്വത്തിന് ഇഷ്ടമല്ല. രാഷ്ട്രത്തിലാണെങ്കിലും പ്രസ്ഥാനങ്ങളിലാണെങ്കിലും. അപ്പൊ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ച ഗ്രന്ഥമാണ് രാമായണം. അതാണ് സീതയുടെ അവസാനത്തെ ചോദ്യം. ഇങ്ങനെയൊക്കെ നിങ്ങളെ പ്രകീർത്തിച്ചത് ഞാൻ, എന്നോട് ഈ അവസാനം കാണികൾ എന്റെ ജീവിതത്തിനെ നിഷേധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അധാർമികതയുടെ പാത പിന്തുടർന്ന ഈ രാമനെ ബഹുമാനിക്കേണ്ടതുണ്ടോ എന്ന് പറയുന്നതോടുകൂടി യഥാർത്ഥം രാമായണത്തിന്റെ നിഷേധമാണ് അവിടെ നടക്കുന്നത്. ആത്മീയ ചോദിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളെ നമ്മൾ പുളുകിക്കൊണ്ട്, നമ്മൾ അപഗ്രഥിച്ചുകൊണ്ട്, വസ്തുനിഷ്ഠമായിട്ട് തന്നെ പഠനം നടത്തിക്കൊണ്ട് നമ്മളൊരു സ്വയം നിഗമനത്തിലെത്തണം. ചരിത്രകാരന്മാർ പറയുന്നത് നമ്മുടെ സത്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെ രീതിയിലാണ് ചരിത്രം എഴുതുക. ഒരു കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 50 പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കണം, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളതില്. എന്നിട്ട് നമ്മുടേതായിട്ട് നിഗമനത്തിലെത്തണം. ആ നിഗമനത്തിന്റെ ആശയ സംവാദങ്ങളിലൂടെ അതിനെ പോളിഷ് ചെയ്യണം, പുഷ്ടിപ്പെടുത്തണം. മറുഭാഗത്ത് നിൽക്കുന്നവരുമായി ചർച്ചകൾ നടത്തണം.
അതാണ് രാമായണത്തിൽ കണ്ടത്. ശത്രു ക്യാമ്പിൽ നിൽക്കുന്നവരൊക്കെ ആയിട്ട് രാമൻ ചർച്ച നടത്തുന്നുണ്ട്. രാവണനോട് മാത്രം നടത്തിയിട്ടില്ല. വിഭീഷണനോട് ചോദിക്കുന്നത്, വിഭീഷണൻ എന്താണ് രാവണൻ, എന്താണ് അവിടുത്തെ നിങ്ങളുടെ ലങ്ക ഗവൺമെന്റിന്റെ നയം, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബാലിയെക്കുറിച്ച് സുഗ്രീവനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാലിയെ കാണുമ്പോൾ രാമൻ ബഹുമാനിക്കുകയാണ് ബാലിയെ. അപ്പൊ ചർച്ചകൾക്കെന്ന സ്ഥാനമില്ല. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗവൺമെന്റും പറയുന്നത് നോ ഡിസ്കഷൻ ബട്ട് വി ഡിറ്റർമിൻ. ഞങ്ങൾ ചർച്ചയ്ക്കല്ല, പക്ഷെ ഞങ്ങൾ തീരുമാനിക്കും. എവിടെ എത്തി രാമായണം പിറന്ന നാട്? അപ്പോൾ രാമായണം നമ്മുടെ കവചകുണ്ടലമാണ് മുന്നോട്ടുള്ള നടത്തത്തിന്, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. ആ പരിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെതായിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ നമ്മൾ ആശ്ലേഷിച്ചാൽ. തികഞ്ഞ രാഷ്ട്രീയമാണ് രാമായണവും, അതിനേക്കാൾ കൂടുതൽ മഹാഭാരതം. മഹാഭാരതത്തെക്കുറിച്ച് സജീന്ദ്രൻ ഇങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുമായിരിക്കും, രാഷ്ട്രീയം എന്നുള്ളത് 7 ദശകങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ 7 ദശകങ്ങൾക്ക് മുൻപേയും ബുദ്ധന് ശേഷവും ക്രിസ്തുവിന് ശേഷവും ഒക്കെയുള്ള നമ്മൾ സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതി പരിശോധിക്കുമ്പോൾ പുരുഷ മേധാവിത്വത്തിന്റെ, ദളിതരുടെ മേലുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ സാധൂകരണമായിരുന്നു. ആ ഒരു സാമൂഹിക വ്യവസ്ഥയെ മാറ്റുക എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ നമ്മൾ നടത്തേണ്ടത്. ഈ ശംഭൂകന്റെ കഥ വരുന്നതോടുകൂടിയാണ് രാമായണത്തിന്റെ വ്യവസ്ഥതയെ, നവോത്ഥാന ആശയങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആ ചോദ്യം ചെയ്യലിലൂടെയാണ് രാമായണത്തിന്റെ കൃത്യമായ രാഷ്ട്രീയം നമുക്ക് വെളിപ്പെടുക. രാമായണം അതുകൊണ്ട് തന്നെ മാറ്റത്തിന്റെ കൃതിയാണ്. നമ്മൾ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയേ സാധിക്കൂ. പുരുഷ മേധാവിത്വം, ഈ ബ്രാഹ്മണ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ പാടില്ല, അനുവദിക്കരുത്. രാമനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഈ രാമായണത്തിൽ തന്നെ വ്യത്യസ്ത രീതിയിൽ രാമനെ കണ്ടു. നമ്മളിപ്പോൾ രാമനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ പല പ്രതിപുരുഷന്മാരും പ്രസ്ഥാനങ്ങളും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഗാന്ധി രാമനെ ഉപയോഗിച്ചത് ശംഭൂകനെ വെച്ചല്ല, ഹിന്ദു ഐക്യത്തിനും വേണ്ടിയിട്ടുമല്ല, മറിച്ച് ഗാന്ധി രാമനെ ഉപയോഗിച്ചത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. സംഘപരിവാർ രാമനെ ഉപയോഗിക്കുന്നത് അധികാരം പിടിച്ചെടുക്കാനും ഇന്ത്യയുടെ ഉയർന്ന ചിന്തകളെ ദുർവ്യാഖ്യാനിക്കാനും. ഓരോരുത്തർക്കും ഓരോ വീക്ഷണമാണ്. രാജാധികാരം ഉപേക്ഷിച്ചിട്ടുള്ള രാമനെ, രാജ്യം സിംഹാസനവും വേണ്ട അധികാരവും വേണ്ട എന്ന് പറഞ്ഞ രാമനെ, ഭരതനെ അവതരിപ്പിച്ച രാമായണത്തിൽ ഇപ്പോൾ രാമഭക്തന്മാർ തങ്ങൾക്ക് അധികാരമേ വേണ്ടൂ നിങ്ങളെ കൊണ്ടെന്ന് പറയുന്നു. വർഗീയത വളർത്താൻ ഗാന്ധിയെ വധിച്ചിട്ടുള്ള രാമഭക്തർ അതേ രാമനെ ദുർവ്യാഖ്യാനിച്ചുവെന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വൈപരീത്യം. കലാപകലുഷിതമാക്കി ഇന്ത്യയെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അധികം നീട്ടുന്നില്ല. സുചിന്തിതമായിട്ടുള്ള ചിന്താധാരകളുടെ പ്രവാഹമാണ് രാമായണത്തിൽ. മഹാമുനിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, തുഞ്ചത്ത് എഴുത്തച്ഛനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മുദ്രാവാക്യം മാനവികത തന്നെ, സാഹോദര്യം, സ്നേഹം. പക്ഷേ ഈ പറഞ്ഞ ബ്രാഹ്മണിസ്റ്റ് സങ്കല്പങ്ങൾക്ക് അസന്നിഗ്ധമായ പോരാട്ടം നടത്താൻ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ധൈര്യം തരുന്നു. മനുഷ്യനെ കാണുക, മനുഷ്യനാണ് ഈ രാമൻ എന്ന് ധരിച്ചാൽ ആ മനുഷ്യൻ പിന്നെ തിന്മയുടെ പ്രതീകമായിട്ട് മാറേണ്ട കാര്യമില്ല. അവസാനം ഘട്ടത്തില് രാമായണം സീതായനമായിട്ട് മാറുന്നത് ഇത്തരത്തിലുള്ള ചില ചിന്തകളിൽ നിന്ന് ചക്രവർത്തി വ്യതിചലിച്ചതുകൊണ്ടാണ്.
അടിസ്ഥാനപരമായ രാമായണം കാരുണ്യത്തിന്റെ കാവ്യമാണ്. നമ്മുടെ മനസ്സിലെ അബോധ സംസ്കാരത്തിന്റെയും ചൈതന്യത്തിന്റെയും ഇരിപ്പിടമാണ് മഹാഭാരതവും രാമായണവും. വാത്മീകിയും വ്യാസനും ഒക്കെ എഴുത്തിന്റെ കുലപർവ്വതങ്ങൾ, ചിന്തയുടെ ഉത്തുംഗ ഗോപുരങ്ങൾ. നമ്മുടെ സംസ്കാരത്തിന്റെ മുകളിലുള്ള ഏറ്റവും ജ്വലിക്കുന്ന നക്ഷത്രങ്ങളാണ് വാത്മീകിയും വ്യാസനും. ഇവരൊക്കെ ദളിതരാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന എഴുതിയതും ഒരു ദളിതനാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിന് ഏറ്റവും ഉദാത്തമായ സംഭാവന ചെയ്തത് മുഴുവൻ ഇവരാണ്. അപ്പൊ അങ്ങനെയുള്ള രാമായണം ട്രാജഡിയുടെ പരമകാഷ്ഠയായിട്ട് അവസാനിക്കുകയാണ്. തറപ്പിച്ചു പറയുകയാണ് വാത്മീകി അവസാനം. ശ്രീരാമൻ ആരുടെ മുന്നിലെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സീതയുടെ മുന്നിലാണ്. എന്തൊരു ശക്തിയാണ് അവിടെ സ്ത്രീത്വത്തിന് കൊടുക്കുന്നത്. സീത ജ്വലിച്ചു നിൽക്കുകയാണ്. സൂര്യ തേജസ്സാണ് സീത. ഇതൊക്കെ പറഞ്ഞു തന്ന മഹാപൈതൃകത്തിന് എത്ര വഷളത്തരത്തോടുകൂടി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രാകൃതമായ ചിന്താഗതികളിലൂടെ നടത്താൻ ഇന്ത്യൻ ജനതയെ പ്രേരിപ്പിക്കുന്ന മതമൗലികവാദികളുടെ സാമൂഹിക രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ട് നമ്മൾ പ്രതികരിക്കണം സുഹൃത്തുക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാര്. അല്ലാതെ അതൊക്കെയാണ് ഗാന്ധി, നെഹ്റു ഒക്കെ പറഞ്ഞത്, പൂർവ്വകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ പറഞ്ഞു തന്നത്. സോ അൺകോംപ്രമൈസിംഗ് ഫൈറ്റാണ് വേണ്ടത് ഇവിടെ. ഈ പ്രതിലോമ ചിന്തകൾക്കെതിരെ അസന്നിഗ്ധമായ പോരാട്ടം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ രാമായണവും ഇതിഹാസ ഗ്രന്ഥങ്ങളും ഉയർന്ന ചിന്തകളുമെല്ലാം, ഉപനിഷത്തുകളെല്ലാം. അതാണ് ഇവർ രാമനിലൂടെയും മറ്റുള്ള കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ കാണിച്ചു തന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പല ജില്ലകളിലുമുണ്ട്, പക്ഷെ ഇത്രയും വിശദമായിട്ട് മലപ്പുറം ജില്ലയിലാണ് നടത്തുന്നതെന്ന് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രോത്സാഹനവും ഏകകണ്ഠമായ അഭിപ്രായവും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. നമ്മളോട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് കേരളത്തിലെ ഉജ്ജ്വല വാഗ്മികളും ചിന്തകരുമായിട്ടുള്ള ലീലാകൃഷ്ണനും സജീന്ദ്രനും AP അഹമ്മദും രാമനുണ്ണിയും കേശവൻ നായരുമൊക്കെ നമ്മളോട് വളരെ സവിസ്തരം ഇനി സംസാരിക്കും, രാമായണത്തിന്റെ വിവിധ വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് മാറ്റം വരുത്തണം. താത്വികാചാര്യന്മാർ ലോകത്തിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കടമ മാറ്റുക എന്നാണ് മാർക്സ് പറഞ്ഞത്. രാമായണം മാറ്റത്തിന്റെ നമ്മളെ പ്രചോദിപ്പിക്കും. മാറണം ജീവിതക്രമം, പ്രവർത്തനക്രമം, ചിന്താക്രമം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭത്തിൽ നമുക്ക് നിതാന്തമായിട്ട് ഏർപ്പെടാം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വവും കടമയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉജ്ജ്വലമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് വരാൻ പോകുന്ന അതിഥികളെ മുഴുവൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇത് കേൾക്കാൻ അവരുടെ പ്രഭാഷണങ്ങൾ സഖാക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടുതൽ അംഗബലത്തോടുകൂടി വരുന്ന 5 ദിവസങ്ങളിൽ ഇതെല്ലാം കേൾക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.